പ്രൈസ് ദി ലോർഡ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാതം നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽക്കുവാൻ സർവകൃപാലുവായ സർവശക്തനായ ദൈവം കൃപയും ശക്തിയും ബലവും തന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ, റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 19 and 20 വായിച്ചു കേൾപ്പിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് പരിചിതമായ ഒരു വചനമാണ്, നമുക്ക് പരിചിതമായ ഒരു വചനമാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 2 ഭാഗങ്ങൾ അതിലുണ്ട്. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും വിടുവിക്കപ്പെടേണ്ടതിന് ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവൻ. അപ്പൊ 2 ഭാഗങ്ങളുണ്ട് ഇതിന്. 1-ാമത്തെ ഭാഗത്ത് പറയുന്നു, ഇത് ഈ വചനം പറയുമ്പോൾ തന്നെ ഇത് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവിൽ ഇടപെട്ട് 7 സഭകൾക്ക് വേണ്ടി ദൂതെഴുതുമ്പോൾ 7-ാമത്തെ സഭയെ ലവോദിക്കയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുന്ന വാചകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ശീതവാനല്ല ഉഷ്ണവാനല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്റെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. പിന്നെ നീ വിലയ്ക്ക് അതേ കണ്ണിലെഴുതാൻ ലേബവും നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിക്കോ എന്നൊക്കെ പറയുന്നതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നിന്നെ വെറുതെ വിടുകയില്ല. ഇത് ദൈവജനവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ വേദനയും ദൈവത്തിന്റെ പരീക്ഷയല്ല. എല്ലാ വേദനയും എല്ലാ സങ്കടങ്ങളും സാത്താനുതരുന്നതല്ല. ചില വേദനകൾ ദൈവത്തിന്റെ ചെറിയ അടികളാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും കർത്താവിന് പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവിന് ഉപേക്ഷിക്കാൻ പറ്റാത്തവരെ കർത്താവായ ദൈവം അവൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നശിപ്പിച്ചു കളയുവാനല്ല, ഒരപ്പൻ മകനെ ശിക്ഷിക്കുന്നത് നേർവഴിക്ക് വരുവാൻ ആയതുപോലെ, അവന് നല്ല ഒരു ഭാവി ലക്ഷ്യമിട്ടായതുപോലെ ഇവിടെ ദൈവമായ കർത്താവ് പറയുക, അവനെ നശിപ്പിച്ചു കളയാനല്ല, പ്രിയമുള്ളവരെ അവരെ വിടുവിക്കുവാൻ, അവരെ ആ പ്രിയമുള്ളവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. തള്ളിക്കളയാനല്ല, മറിച്ച് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബി കെയർഫുൾ, ജാഗ്രതയുള്ളവനായിരിക്കുക. ബി സോവറൻ, ശ്രദ്ധിച്ചിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കണം, തെറ്റിപ്പോകരുത്, വഴിവിട്ട് മാറരുത്, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് 1-ാമത്തെ ഭാഗമാണ്. ഇന്ന് പ്രഭാതത്തിൽ വ്യത്യസ്തമായ ഒരു ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. എല്ലാ വേദനയും എല്ലാ സങ്കടങ്ങളും എല്ലാ നിരാശകളും അത് പിശാചിന്റെ പരീക്ഷയൊന്നുമല്ല, അത് അല്ലെങ്കിൽ പരീക്ഷയല്ല. ചിലത് അടിയാണ്, ദൈവത്തിന്റെ ശാസനയാണ്, ശിക്ഷണമാണ്. ഇത് നീ നന്നാവാനാണ്, നീ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ, നീ വഴി മാറി പോകാതിരിക്കാൻ അപ്പൻ ശിക്ഷിക്കുന്ന മകനെ അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാകുന്നത് പോലെയുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് അതിൽ ജാഗ്രതമായിരിക്കാം. എന്നിട്ട് പറയുന്നു, മാനസാന്തരപ്പെടുക, മനസ്സിന് ഒരു മാറ്റം വരുത്തുക. ഒന്ന് ശ്രദ്ധിച്ചേ, ജാഗ്രതയുള്ളതായിരിക്കുക, മാനസാന്തരപ്പെടുക, മനസ്സിനൊരു മാറ്റം വരുത്തുകയും. എന്നിട്ട് അടുത്ത വചനമാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. വ്യത്യസ്തമായൊരു രസകരമായ അല്ലെങ്കിൽ ചിന്താതീതമായൊരു പ്രയോഗം അവിടെയുണ്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എല്ലാ വാതിലിന്റെയും അധികാരിയായവൻ, വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ അകത്തു വരുവാൻ കഴിയുന്നവൻ, വാതിലുകളെ നിർമ്മിച്ചവൻ, വാതിലായവൻ, ഒരു വാക്കിന് മാറിപ്പോകുന്ന വാതിലുകൾ മാറിപ്പോകുന്നു. പക്ഷെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും
അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഈ വാതിൽ തള്ളി തുറന്ന് കയറി വരികയില്ല കുഞ്ഞെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിലോ നീ കേൾക്കുന്ന സമയത്ത് ഒരു വസ്തുത ഓർപ്പിക്കട്ടെ. അവൻ വാതിൽ തള്ളി തുറന്ന് നിന്റെ ഹൃദയത്തിലേക്ക് വരികയില്ല. അവൻ ബലം പ്രയോഗിച്ചു വരികയില്ല. നീ അവനെ വെൽക്കം ചെയ്താൽ, ആഗ്രഹത്തോടെ വാഞ്ചയോടെ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ ഹൃദയവാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്താൽ, നിന്റെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചാൽ കർത്താവോട് വരും. വന്നാൽ കുഞ്ഞെ നീ രക്ഷയാ, നിനക്ക് രക്ഷയാ. കാരണം ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത അത്ഭുതത്തിനകത്ത് അവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധനീയമാണ്. അത് എഴുതിയിരിക്കുന്ന വാക്ക്, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, വിളിച്ചിരുന്നു. ആ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചപ്പം ആ വീട്ടുകാരൻ ഉടയവൻ അറിയില്ല വീഞ്ഞ് തീർന്നു പോകും യേശു ഉണ്ടാക്കുമെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞ, വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ല യേശുവിനെ വിളിച്ചത്, യേശുവിനെ കല്യാണം കൂടാൻ വിളിച്ചതാ. അവന്റെ ഒരു സന്തോഷ അവസരത്തിൽ യേശുവിനെ കൂടി വിളിച്ചതാ. പക്ഷെ യേശുവിനെ വിളിച്ച വീട്ടിൽ നിരാശരാകേണ്ടി വരത്തില്ല. യേശുവിന് വേണ്ടി വാതിൽ തുറന്ന വീട്ടിൽ സങ്കടങ്ങൾ ഉണ്ടാകത്തില്ല. കുഞ്ഞേ, ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ, നിനക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ഉടയവൻ വിളിച്ചത് ഒരു വിടുതലിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു തീർന്നു പോകും ഉണ്ടാക്കാൻ, വീഞ്ഞുണ്ടാക്കാൻ അല്ലവേ അല്ല. പക്ഷെ യേശുവിനെ വിളിച്ചിട്ടുണ്ടോ? നിന്റെ വീഞ്ഞ് തീരുമ്പോൾ ഇടപെടുന്ന ഒരുവനുണ്ട്. നിന്റെ ഇല്ലായ്മയിൽ ഇടപെടുന്ന ഒരുവനുണ്ട്. നിനക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിനക്ക് വേണ്ടി ഇടപെട്ട് ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന ഒരുവനുണ്ട്. ആ വിരുന്നുവാഴിയുടെയും നാട്ടുകാരുടെ മുമ്പിൽ പരസ്യ കോലമാകുമ്പോൾ പരസ്യ കോലമാകാതെ നിനക്ക് പകരമായി ഇടപെടുന്ന ഒരുവനുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിച്ചേ, യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? യേശുവിന് വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ടോ? നിന്റെ തല താഴ്ന്നു പോകത്തില്ല, നീ ലജ്ജിതനാകിയില്ല. നിന്റെ വിരുന്നുവാഴിയുടെ മുമ്പിൽ നീ ലജ്ജിതനാകത്തില്ല, നീ തല താഴ്ത്തേണ്ടി വരികയില്ല കുഞ്ഞെ. നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ നിന്റെ ഇല്ലായ്മ ലോകം അറിയില്ല. നിന്റെ ഇല്ലായ്മയെ അതിനെ പരിഹരിക്കുന്ന ദൈവമുണ്ട്. നിന്റെ വേദനയെ പരിഹരിക്കുന്ന, നിന്റെ ഇല്ലായ്മയെ പരിഹരിക്കുന്നു. ഒറ്റ ഒരു നിയമമേ ഉള്ളൂ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഓ ഹല്ലേലൂയ. ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യ പദവിയുണ്ട്. ഒന്നേ ഉള്ളു ക്ലോസ്, നീ വാതിൽ തുറക്കണം. ഹൃദയവാതിൽ തുറന്നേ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയവാതിൽ ഇത് തുറന്നേ. കർത്താവിനോട് കൂടെ നടക്കാൻ ഹൃദയവാതിൽ തുറക്ക്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. വാതിൽ തുറക്കുവാൻ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കാനാവിലെ കല്യാണ വീടിന്റെ വാതിൽ തുറന്നിട്ടപ്പോൾ യേശു പ്രവേശിച്ചതുപോലെ, അവരുടെ പോരായ്മകളെ നികത്തിയതുപോലെ, പരസ്യ കോലമാകാതെ പ്രൊട്ടക്ഷൻ കൊടുത്തതുപോലെ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ കർത്താവേ, ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കുന്നവരോട് കൂടെ വസിക്കുന്ന കർത്താവിന്റെ കരമുള്ളതിനായി നന്ദി യേശുവേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർ മറ്റു പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. അങ്ങനെ തന്നെ കൂടെ നടക്കുവാൻ, കൂടിയിരിക്കുവാൻ, കൂടെ അത്താഴം കഴിക്കുവാൻ, കൂട്ടായി കൂടെ 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 എന്നെന്നുമുള്ള യേശു കർത്താവിനോട് നന്ദി പറയുന്നപ്പാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ, ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകല മാനവമോഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. God bless you. നാളെ നമുക്ക് കാണും വരെ കർത്താവിന്റെ ചിറകിൻ മറവിൽ ശരണം പ്രാപിക്കാം. അതുവരെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. God bless you all. Thank you so much.